വേഡ് ഡോക്യുമെൻറ്റേഷൻ നടത്തുമ്പോൾ മൗസ് സെലക്ഷനെ പോലെ പ്രധാനമായ ഒരു ആവശ്യകതയാണ് കീബോർഡ് കൊണ്ട് സെലക്ഷൻ നിർവഹിക്കുക. സത്യത്തിൽ ഇത് മൗസിനേക്കാൾ എളുപ്പമായിട്ടുള്ള ഒരു രീതിയാണ്. പക്ഷേ പലരും മൗസാണ് ഉപയോഗിക്കാറ്. തീർച്ചയായിട്ടും ഈ ഭാഗം കൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കീബോർഡ് ഉപയോഗിച്ചിട്ടുള്ള പ്രാക്ടീസ് സെലക്ഷൻ്റെ ഐഡിയ ഇതിലൂടെ മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കീബോർഡ് സെലക്ഷനാണ് കുറേ കൂടി എളുപ്പമായിട്ട് തോന്നുക. എങ്ങനെയാണ് ഇത് നിർവഹിക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമ്മളുടെ ഡോക്യുമെൻറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ വന്നതിന് ശേഷം നമുക്കിവിടെ ആ ബ്ലിങ്ക് ചെയ്യുന്ന ഓബ്ജക്റ്റിന് കർസർ എന്നാണ് പറയുന്നത്. ഈ കർസർ മൂവ്മെൻറ്റിനുള്ള ഒരുപാട് കീസ് നമുക്ക് വേർഡ് തരുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഓരോ അക്ഷരം മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഏരോ കീ, അതായത് റൈറ്റ് ഏരോ ഉപയോഗിക്കാം. പിന്നോട്ട് വരുന്നതിന് ലെഫ്റ്റ് ഏരോ ഉപയോഗിക്കാം. ഓരോ ലൈനായിട്ട് താഴേക്ക് വരുന്നതിന് നമുക്ക് ഡൗൺ ഏരോ ഉപയോഗിക്കാം. മുകളിലേക്ക് പോകുന്നതിന് അപ്പ് ഏരോ ഉപയോഗിക്കാം. ഇനി ഒരു ലൈനിൻ്റെ അറ്റത്തേക്ക് പോകാനായിട്ട് എൻഡ് കീ ഉപയോഗിക്കാം. എൻഡ് കീ. ഒരു ലൈനിൻ്റെ തുടക്കത്തിലേക്ക് വരുന്നതിനായിട്ട് ഹോം കീ ഉപയോഗിക്കാം. ഇങ്ങനെ കീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഓരോ മൂവ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. ഇനി ഒരു വാക്കിടവിട്ടിട്ടുള്ള മൂവ്മെൻ്റ് ആണെങ്കിലോ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഏരോ കീ ഉപയോഗിച്ച് റൈറ്റ് ഏരോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓരോ വാക്കാണ് മൂവ് ചെയ്യുന്നത് കാണാം. കണ്ടോ? ഈ ഓരോ പാരഗ്രാഫിലേക്കാണെങ്കിൽ കൺട്രോൾ പിടിച്ചുകൊണ്ട് ഡൗൺ ഏരോ ഉപയോഗിക്കാം. കൺട്രോൾ ഡൗൺ ഏരോ. അപ്പോൾ ഓരോ പാരഗ്രാഫിലേക്ക് പോകുന്നതായിട്ടും അപ്പ് ഏരോ ഉപയോഗിക്കുമ്പോൾ മുകളിലേക്കും താഴേക്കും വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഓരോ പാരഗ്രാഫിലൂടെയാണ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ മൂവ്മെൻറ്റുകളെ, ഏത് മൂവ്മെൻ്റ് ആയാലും ആ മൂവ്മെൻറ്റുകളെ സെലക്ഷനായിട്ട് പരിവർത്തിപ്പിക്കുന്നതിന് കീബോർഡിൽ ഷിഫ്റ്റ് കീ അമർത്തിയാൽ മതി. അതായത് കർസർ മൂവ്മെൻറ്റിനോട് കൂടിയിട്ട് ഷിഫ്റ്റ് കീ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? സെലക്ഷൻ ലഭിക്കുന്നു. ഇതാണ് അതിൻ്റെ മെത്തേഡ്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, ഞാനിവിടെ ഏരോ കീ ഉപയോഗിച്ചുകൊണ്ട് റൈറ്റ് ഏരോ ഉപയോഗിച്ചുകൊണ്ട് ഓരോ അക്ഷരമായിട്ട് നീക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ ഷിഫ്റ്റ് കീ പിടിച്ചു കഴിഞ്ഞാൽ അത് സെലക്ഷനായി മാറുന്നു. കണ്ടോ? ഞാനിവിടെ ഏറ്റവും അറ്റത്താണ് നിൽക്കുന്നത്. എനിക്ക് ഈ ലൈൻ മൊത്തം സെലക്ട് ചെയ്യണം. ഇവിടെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, ഷിഫ്റ്റ് കീ ഉപയോഗിച്ചുകൊണ്ട് എൻഡ് കീ പ്രസ് ചെയ്യാം. എൻഡ് കീ പ്രസ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് കീ ഉപയോഗിച്ചുകൊണ്ട് അമർത്തി പിടിച്ചിട്ട് എൻഡ് കീ പ്രസ് ചെയ്യുമ്പോൾ ഈ കർസറിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ടാണ് പോകുന്നത്. അതിനോടുകൂടി നമ്മൾ ഷിഫ്റ്റ് കീ പിടിക്കുന്നു. അപ്പോൾ അത് സെലക്ഷനായി മാറുന്നു. എൻഡ് കീ പ്രസ് ചെയ്തു. കണ്ടോ? ഇനി മറ്റൊരു രീതി, ഒരു ലൈൻ മൊത്തം സെലക്ട് ചെയ്യാനുള്ള മറ്റൊരു രീതി, എൻഡ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഡൗൺ ഏരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും മതി. നോക്കുക. കണ്ടോ? ഡൗൺ ഏരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈൻ മൊത്തമായിട്ട് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ഒരു പാരഗ്രാഫാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിലോ തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു പാരഗ്രാഫിൽ നിന്ന് അടുത്ത പാരഗ്രാഫിലേക്കുള്ള മൂവ്മെൻറ്റിനുള്ള കീ കൺട്രോൾ ഡൗൺ ഏരോ ആണ്. ഇപ്പോൾ കൺട്രോൾ ഡൗൺ ഏരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഓരോ പാരഗ്രാഫിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ കൺട്രോൾ ഡൗൺ ഏരോട് കൂടി അല്ലെങ്കിൽ അപ്പ് ഏരോട് കൂടിയിട്ട് ഷിഫ്റ്റ് കൂടി ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഓരോ പാരഗ്രാഫായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നോൺ അഡ്ജസൻറ്റ് സെലക്ഷൻ്റെ കാര്യത്തിൽ കീബോർഡിനേക്കാൾ നല്ലത് മൗസും കീബോർഡും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രീതി തന്നെയാണ് നല്ലത്.